ആണ്ടുവട്ടം 5-ാം വാരം തിങ്കൾ. തിരുവചനം: അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളുമ്പെങ്കിലും സ്പർശിക്കുവാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനം. മനഃശാസ്ത്ര പഠനത്തിൽ കരസ്പർശനത്തിന് പ്രത്യേകം സ്ഥാനമുണ്ട്. പഠനങ്ങൾ അനുസരിച്ച് സ്പർശനവും തലോടലും സ്നേഹം മാത്രമല്ല, പരസ്പരമുള്ള വിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. സുരക്ഷിതബോധം, കരുതലും വർദ്ധിപ്പിക്കുന്നു. അസ്വസ്ഥത, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുന്നു എന്ന് മാത്രമല്ല, ശാരീരിക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും കരസ്പർശനത്തിന് ശക്തിയുണ്ട്. സുവിശേഷത്തിൽ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകിയപ്പോഴും കുരുടന് കാഴ്ച നൽകിയപ്പോഴും ജൈറസിൻ്റെ മകൾക്ക് പുതുജീവൻ നൽകിയപ്പോഴും യേശു സ്പർശിക്കുകയായിരുന്നു. സ്പർശിച്ച് സൗഖ്യം നൽകി. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, യേശു കുഗ്രാമങ്ങളിലോ ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ എവിടെ പോയാലും അവിടുത്തെ സ്പർശിച്ചവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. രക്തസ്രാവക്കാരിയോട് യേശു പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്തസ്രാവക്കാരിയെപ്പോലെ ഉറപ്പുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായാൽ യേശു സ്പർശനം ഉറപ്പാണ്.